നമസ്കാരം. അമേരിക്ക കണ്ട ഏറ്റവും ശക്തനായ പ്രസിഡന്റുമാരിൽ ഒരാളാണ് ബറാക് ഒബാമ. ഇദ്ദേഹത്തിന്റെ പേര് ബറാക് ഒബാമ എന്നല്ല, ബറാക് ഹുസൈൻ ഒബാമ എന്നാണെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്തകൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതായത് 2016 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റത് അട്ടിമറിയിലൂടെയാണ്, തട്ടിപ്പിലൂടെയാണ്, കള്ളത്തരത്തിലൂടെയാണ് എന്നുള്ള ഒരു വാദം ബറാക് ഒബാമ ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പം ഇത്തരം ചർച്ചകൾ അമേരിക്കയിൽ നടക്കുന്നത്. വൈറ്റ് ഹൗസ്, പെന്റഗൺ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. അമേരിക്കയിലെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ അമേരിക്കൻ ഫെഡറൽ ഏജൻസിയും നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പരിശോധനകൾ നടക്കുന്നത്. അതായത് അക്കാലത്തെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയാണ് ട്രംപിന്റെ വിജയത്തെ നിസ്സാരമാക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയെന്നാണ് ആരോപണം. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇടപെടലും അതുപോലെ റഷ്യയിൽ നിന്നുള്ള ഡിജിറ്റൽ ഇടപെടലും അതിന്റെയൊക്കെ സഹായത്തോടെയാണ് 2016 ട്രംപ് പ്രസിഡന്റായി വിജയിക്കാൻ ഇടയാക്കിയത് എന്ന രീതിയിലാണ് അത്രേ ബറാക് ഒബാമ ഏതാനും രഹസ്യ ഏജൻസി ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി കള്ള റിപ്പോർട്ട് തട്ടിക്കൂട്ടിയത് എന്നാണ് വിമർശനം. ഒബാമയുടെ കാലത്ത് ദേശീയ സുരക്ഷാ മേധാവിയായിരുന്ന ജെയിംസ് ക്ലാപ്പറും അന്നത്തെ CIA ഡയറക്ടർ ജോൺ ബ്രണ്ണനും ഇനി എന്താണ് ട്രംപിന്റെ ഉദ്ദേശം എന്നറിയാൻ ആശങ്കയുണ്ട്. ബറാക് ഒബാമയെ ഉൾപ്പെടെ ട്രംപ് ഇംപീച്ച് ചെയ്യുമോ എന്നും ആശങ്കയുണ്ട്. മുൻ USA ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ തുളസി ഹെബ്ബാർഡിന്റെ ഈ റിപ്പോർട്ട് ഊതിപ്പെരുപ്പിച്ചതാണെന്നും ട്രംപിനെ ലൈംഗിക കുറ്റവാളി എപ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള മാധ്യമ ശ്രദ്ധ വഴിതിരിച്ചുവിടാനാണ് തുളസി ഹെബ്ബാർഡ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നും പറയുന്നുണ്ട്. അതായത് 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിലറി ക്ലിന്റനെ തോൽപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ജയിച്ചത് റഷ്യയുടെ ഇടപെടൽ മൂലമാണെന്ന് കള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഉണ്ടാക്കിയതായിട്ടാണ് ഇപ്പോൾ തുളസി ഹെബ്ബാർഡിന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അതേ തുടർന്നാണ് ഈ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. 2016 അമേരിക്കൻ പ്രസിഡന്റായുള്ള ട്രംപിന്റെ വിജയത്തെ കൊച്ചാക്കി കാണിക്കുകയായിരുന്നു ബറാക് ഒബാമയുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ ട്രംപ് സർക്കാരിലെ ഇന്റലിജൻസ് മേധാവി തുളസി ഹെബ്ബാർഡാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അമേരിക്കയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയുടെ മുഴുവൻ പേര് ബറാക് ഹുസൈൻ ഒബാമ എന്നാണെന്നും റിപ്പോർട്ടിൽ തുളസി ഹെബ്ബാർഡ് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മറച്ചുവെച്ചാണ് ബറാക് ഒബാമ എന്ന പേര് ഇയാൾ മനഃപൂർവ്വം ഉപയോഗിച്ചത്. ഇയാൾ മുസ്ലിം വിശ്വാസിയായിരുന്നു എന്നൊക്കെയുള്ള സൂചനകളാണ്. ഇതിപ്പോൾ ഇതിന്റെ ഒരു പ്രാഥമികമായ കോളിളക്കമാണ്. ഇത് കൂടുതൽ കോളിളക്കത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇപ്പം ട്രംപിനോട് വിരോധം കാണുമായിരിക്കും ഒബാമയ്ക്ക്. അപ്പൊ ട്രംപ് ജയിച്ചത് അവർക്ക് സഹിച്ചില്ല, ഹിലറി ക്ലിന്റനെ തോൽപ്പിച്ചത് സഹിച്ചു കാണില്ലായിരിക്കും. എന്തൊക്കെയായാലും ശരി, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം അട്ടിമറി അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയൊന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഈ വിഷയത്തോട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പ്രതികരിക്കുന്നത്. പിന്നെ ബറാക് ഹുസൈൻ ഒബാമ എന്നാണ് ഇയാളുടെ പേര് എന്നുള്ളത് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ തുളസി ഹെബ്ബാർഡിന്റെ റിപ്പോർട്ട് കള്ളമാകാൻ സാധ്യതയില്ല. അവർ കൃത്യമായി അന്വേഷിച്ച ശേഷമാണ് ഒരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു വനിതയില്ലേ, അവർ ഏതായാലും കള്ള റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. റഷ്യയുടെ ഇടപെടൽ 2016 ട്രംപിന്റെ വിജയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ ഇത്തരത്തിലുള്ള കൈകടത്തലുകളും വ്ളാഡിമിർ പുടിന്റേതടക്കമുള്ള ഇടപെടലുകളും റഷ്യയുടെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാനായിട്ട് നല്ല അവസരം കിട്ടിയിരിക്കുകയാണ്. BBCയും CNN അടക്കമുള്ള, അതുപോലെ അൽ ജസീറ അടക്കമുള്ള ന്യൂസ് ഏജൻസികളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകൾ അമേരിക്കയിലും അന്താരാഷ്ട്ര ലോകത്തും നടക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. ബറാക് ഒബാമ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ബറാക് ഹുസൈൻ ഒബാമ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തി, ഇത്തരത്തിൽ ഒരു ട്രംപിന്റെ വിജയത്തെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തി എന്ന് ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി. ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ വിഷയങ്ങളല്ല. എന്തായാലും ഇനിയിപ്പോൾ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ബറാക് ഒബാമ വീണ്ടും വാർത്താ മാധ്യമങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇനിയിപ്പോൾ ട്രംപ് ഒബാമ യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ വാക്പോരോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന യുദ്ധങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് അമേരിക്കയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.